ഹലോ. അപ്പം നമ്മൾ കുറച്ച് ദിവസമായി കേട്ടോ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഒരു ഫുൾ ഡേ ഇല്ലെങ്കിലും നമുക്ക് എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഇന്ന് എടുക്കാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ദേ മാവൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് ഉപ്പിട്ട് ഇളക്കി വയ്ക്കുകയാണേ. അപ്പോൾ നമ്മുടെ അടുത്തൊരാളും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നീച്ചുകൊണ്ട് എടുത്തിരിക്കുക കേട്ടോ. ഒന്ന് ഓക്കെ ആവണവരെ അവിടെ ഇരിക്കട്ടെ എന്നപ്പോൾ ഞാനും വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്താ അങ്ങനെ ചെയ്യണതൊക്കെ നോക്കി ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്. അമ്മ അങ്ങനെ ചെയ്യുക, അമ്മ അങ്ങനെ ചെയ്യുക പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഒഴിച്ചെടുക്കുകയാണേ. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഫാസ്റ്റായി ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊരു സമാധാനം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഡിലേ ആയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുപ്പത്താണ് വെച്ചത് ഇഡ്ഡലി കേട്ടോ. പിന്നെ ഇതേ മുതിരയും ഉണ്ണിപ്പിണ്ടി അല്ല കേട്ടോ, ചേനത്തണ്ടായിരുന്നു. ചേനത്തണ്ട് ചിരങ്ങിയ കറി വെക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം പോയിട്ടൊരു ചായ ഇട്ടു കേട്ടോ. പിന്നെ മിക്ക ദിവസങ്ങളിലും ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ ഇവിടുത്തെ ഉപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേനത്തണ്ട് മുതിര തന്നെയാണ് കേട്ടോ. അത് ഓട്ടോമാറ്റിക്കായി അങ്ങനെ ആയി വരുന്നതാണ്. പിന്നെ ഞാൻ വേഗം തേങ്ങയൊക്കെ ചെരുകി ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഓണം വരവേൽക്കാനുള്ള തിരക്കിലാവില്ലേ. ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണം ഇല്ല കേട്ടോ. കാരണം എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അച്ഛമ്മ ഈയിടെയാണ് മരിച്ചത്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ ഏട്ടൻ്റെ അമ്മായി മരണപ്പെട്ടിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് വീട്ടിൽ ഇപ്രാവശ്യം ഓണമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വെക്കേഷന് വീട്ടിൽ പോകും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഈ ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ, ഉള്ളി, ഇഞ്ചി എല്ലാം എടുത്തിട്ട്. അപ്പോൾ പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് പോകാൻ മടി തോന്നിയപ്പോൾ വേഗം കുറച്ച് മുളക് പൊടിയൊക്കെ എടുത്തിട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്നി അരവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം അത് വറുത്തിടും കൂടിയും ചെയ്തേ. പിന്നെ നമുക്കിനി കറിയും ഉപ്പേരിയും കൂടിയും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ, കിച്ചൺ വർക്കൊക്കെ ഏകദേശം കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ചട്നിയൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടീസിനൊക്കെ ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് സമയം ഏകദേശം 8:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇഡ്ഡലി ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്തിടുകയാണ്. ഞങ്ങളുടെ അരി കുറച്ച് ചുവന്ന കളറാകൊണ്ടാണ് കേട്ടോ ഇഡ്ഡലി പ്യുവർ വൈറ്റ് അല്ലാത്തത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ ചിരങ്ങ കറി വെക്കാൻ വേണ്ടിയിട്ട് കലത്തിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചു കേട്ടോ. ഇതിനിടയിൽ ഇവർ ഹോസ്പിറ്റലിൽ അച്ഛനും അമ്മയും പോവാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ വാണിയംകുളത്തേക്ക് ആക്കാൻ പോവുകയാണ് കേട്ടോ. അത് അവരിവിടെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുതിര വെന്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനത് അതിൽ കൂടെ തന്നെ ചേനത്തണ്ട് ഇടാൻ വിചാരിച്ചിട്ട് ഒരു ചെറിയ ചേന കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നുറുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആൾ രാവിലെ തന്നെ പഠിത്തം തുടങ്ങിയിട്ടുണ്ട്. ചേച്ചിയുടെ എല്ലാ സംഭവങ്ങളും അവൾക്കും വേണം. അപ്പോൾ ഞാൻ പുറത്ത് സൗണ്ട് കേട്ടിട്ട് പോയി നോക്കുമ്പോൾ അതേ ഏട്ടൻ കുരങ്ങന്മാരെ എറിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഫുൾ കുരങ്ങന്മാരുടെ ശല്യമാണ് ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് വേഗം ചിരങ്ങ കറി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുഴുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഉള്ളിയും ഒക്കെ മൂപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആ പണിയും കഴിഞ്ഞു കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളത് നമ്മുടെ സംഭവം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല. അപ്പോൾ അതും കഴിഞ്ഞു. ഏട്ടന് പിന്നെ പോവാൻ ടൈമായിരുന്നു. 10 മണിയായിരുന്നു ഏകദേശം കേട്ടോ. അപ്പോൾ ആളും പോയി. പിന്നെ ഇതേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഫുൾ ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് ആണ് കേട്ടോ. രാവിലത്തെ അടിച്ചുവാരലും തുടയും കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ അവസാനിച്ചു. അതിൻ്റെ ഇടയിൽ ഇവർ കരച്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ. കാരണം അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ രാവിലെ ഇവർ പാടത്തേക്കൊക്കെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ
ഉച്ചയ്ക്കൊക്കെ കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ദാ ഈ ഒരു ഷോ എന്ന് പറയുന്നത് കുളിക്കാൻ പോണതിന് മുന്നുള്ളതാണ്. അപ്പോൾ 3 പേരും കുളിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് 2 ബോട്ടിൽ എനിക്ക് കിട്ടിയിട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനത്തെ ബോട്ടിലൊന്നും കിട്ടിയാൽ ഞാൻ വെറുതെ വിടില്ല. ഇത് ബോട്ടിൽ പറഞ്ഞാൽ സ്പ്രേ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഇപ്പം ഇന്നത്തെ പരിപാടി ഏകദേശം 12:30 മണി ആയിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞപ്പോൾ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇവരുടെ ക്ലേ കൊണ്ട് കളിക്കുക കേട്ടോ. ഇനി മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമാണ്. അപ്പോൾ ഉറങ്ങണതിൻ്റെ മുന്നേ ഇവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടില്ല, കരഞ്ഞിട്ട് ഇവർ ഉറങ്ങാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് പുല്ലും കഞ്ഞിവെള്ളമൊക്കെ അവർക്ക് കാട്ടിയിട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രയല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.